സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങളാണ് അവശേഷിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFും അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കാലേകൂട്ടി തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതുയുഗ യാത്ര ആരംഭിച്ച് മുന്നോട്ട് പോകുന്നത്. ഞാൻ ഇന്നലെ കോഴിക്കോട് സമാപന സമ്മേളനത്തിൽ മുതലക്കുളം മൈതാനിയിൽ ആ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. യാത്ര ഒരു വൻപിച്ച വിജയമാണ്. വൻതോതിലുള്ള ജനബാഹുല്യമാണ് യാത്രയിലുടനീളം കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇന്നലെ കോൺഗ്രസ് ഹൈക്കമാൻഡ്, കോൺഗ്രസ് പ്രസിഡന്റ് പ്രചരണ സമിതിയെയും മാനിഫെസ്റ്റോ കമ്മിറ്റിയെയും പ്രഖ്യാപിക്കുകയുണ്ടായത്. ഈ കമ്മിറ്റിയുടെ ചെയർമാനെ എന്നെ നിയമിച്ചതിൽ ഞാൻ ഹൈക്കമാൻഡിനോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ പ്രഗത്ഭനായ ശ്രീ ശശി തരൂർ ഡെപ്യൂട്ടി ചെയർമാനാണ്. യുവാക്കളുടെ പ്രതിനിധിയായ ശ്രീ ഷാഫി പറമ്പിൽ അതിന്റെ കൺവീനറാണ്. ബെന്നി ബെഹനാൻ മാനിഫെസ്റ്റോ കമ്മിറ്റിയുടെ ചെയർമാനാണ്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അതിന്റെ വർക്കിംഗ് ചെയർമാനാണ്. പുതിയ തലമുറയിൽപ്പെട്ട പ്രഗത്ഭരായ ചെറുപ്പക്കാരെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കമ്മിറ്റികളാണ് ഇത് രണ്ടും വന്നിരിക്കുന്നത്. തീർച്ചയായും കോൺഗ്രസ് പാർട്ടി വളരെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ മുന്നൊരുക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ചു മുടിച്ച ഒരു സർക്കാരിനെ താഴെയിറക്കാനും കേരളത്തെ വീണ്ടെടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ പോരാട്ടത്തിലാണ് കോൺഗ്രസും UDFും ഇപ്പോൾ മുഴുകിയിരിക്കുന്നത്. ഞങ്ങൾ ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് കോൺഗ്രസും UDFും അതുകൊണ്ടാണ് ഒരു മനസ്സോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നിരിക്കുന്നത്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ഭരണമാറ്റമാണ്. 10 വർഷം കേരളം ഭരിച്ച് ജനങ്ങൾക്കൊന്നും ചെയ്യാത്ത ഒരു ഭരണമാണിത്. CPI നേതാവ് സി ദിവാകരന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ചുക്കും ചുണ്ണാമ്പും 10 വർഷമായി ഇവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് കേരളത്തിലെ ചെറുപ്പക്കാർ വിദേശത്തേക്ക് പോകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയാണ്. അവരെ പോലെയുള്ള സീനിയറായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ ഗൗരവപൂർവ്വം കേരള സമൂഹം എടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സച്ചിദാനന്ദൻ മാസ്റ്റർ പറയുന്നത് ഇനിയൊരു തുടർഭരണം കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല, ഇടതുപക്ഷം നശിച്ചു പോകും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതൊന്നും മനസ്സിലാകാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ, അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം വീണ്ടും ഒരിക്കൽ കൂടി നമ്മളെ ഭരിച്ചു കളയും എന്നുള്ള വാശിയോടുകൂടി പ്രവർത്തിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ കേരള സർക്കാരിന്റെ നമ്മുടെ പണം, ജനങ്ങളുടെ പണം എടുത്ത് KSRTC ബസ്സിൽ പരസ്യം കൊടുക്കുകയും നാട് നീള ഈ വലിയ വലിയ ഹോർഡിങ്ങുകൾ വെക്കുകയും ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. ഈ ഭരണ തകർച്ച വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പരസ്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. പ്രചരണ സമിതിയുടെ ആദ്യ യോഗം 16-ാം തീയതി 12 മണിക്ക് തിരുവനന്തപുരത്ത് KPCC ഓഫീസിൽ ഇന്ദിരാഭവനിൽ ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ശശി തരൂരിന് ഒരു പക്ഷേ അദ്ദേഹത്തിന് നേരിട്ട് വരാൻ, അദ്ദേഹത്തിന് ചെറിയൊരു കാലിൽ ചെറിയ പരിക്ക് പറ്റിയുകൊണ്ട് എത്തിച്ചേരാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ മെമ്പർമാരും എത്തിച്ചേരും. അപ്പം കേരളത്തിലെ കോൺഗ്രസിന്റെയും UDFന്റെയും പ്രചരണവും പ്രവർത്തനവും ഏകോപിപ്പിച്ചുകൊണ്ട് ഏറ്റവും ശക്തമായ നിലയിൽ ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും തെളിയിച്ച ഒന്നാണ്. ആ ജനവിധിയെ അട്ടിമറിക്കാൻ ഇടതുപക്ഷം സർക്കാർ മേൽവിലാസത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇടതുമുന്നണിയുടെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. ജനങ്ങൾ രാഷ്ട്രീയ മാറ്റത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ്.